അത് സ്ട്രോങ് തന്നെയാണ്. കാരണം ഇപ്പം തൊഴിൽ വകുപ്പ് പോലും പറയുന്നത് അവിടെ തൊഴിൽ പീഡനം നടന്നിട്ടില്ല. അപ്പം നമ്മൾ കണ്ട വീഡിയോ എന്താണ്? ആ വീഡിയോക്കകത്തെന്ന് പറയുമ്പോഴത്തേക്ക് പട്ടിയെ പോലെ അവിടെ എംപ്ലോയീസിനെ, ടാർഗറ്റ് തയ്ക്കാത്ത എംപ്ലോയീസിനെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് തലയിൽ കൂടെ ഇഴയിക്കുക. മനസ്സിലായില്ല? ആന, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ആന കളിക്കുമല്ലോ, അതേപോലെ മുട്ടിൽ ഇഴയിപ്പിച്ചതിന് ശേഷം എന്താണ് പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തുനിന്ന് എന്താണ് മറ്റേ കോയിൻ ഇട്ടുക, അത് നക്കിയെടുക്കണം. അതിനുശേഷം തറയിലിട്ടിട്ട് അത് നക്കി അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ 100% സാക്ഷരത പറയുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് വേറെ സംഭവം കൂടിയുണ്ട്. എത്രത്തോളം ഈ എന്താണ് തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനകത്ത് അത് അവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോച്ചയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത്, ഹണിറോസ് ബോച്ചയുടെ ഇഷ്യൂ വന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് കോടതി അദ്ദേഹത്തിന് അകത്താക്കിയത്. അതിനെ അനുകൂലിച്ച ആളാണ് ഞാൻ. ഓക്കെ, അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത ആളാണ് ഞാൻ. അപ്പം അതേപോലൊരു ആർജവും അപ്പം വേണമെങ്കിൽ നടക്കാം എന്നുള്ളതാണ് അല്ലേ. വേണമെങ്കിൽ അപ്പം ഇതിനകത്തും ഇടപെടാം. എന്തുകൊണ്ട് കോടതി ഇടപെടുന്നില്ല? അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് അവർക്കെതിരെ എന്നിട്ട് എന്താണ് മൊഴി കൊടുത്തത്. എന്നിട്ട് പോലും ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവരൊക്കെ ചത്തോ? എനിക്കതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് ഇവരാരും മനുഷ്യരല്ലേ? ഇവരാരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? എന്താണ് യഥാർത്ഥമുള്ള കാരണം? എന്താണ്? അതിനുശേഷം ഒരാൾ വന്നിട്ട് പറയുണ്ടായി എന്താണ് ഇത് ആ പുറത്തിറങ്ങിയ വീഡിയോ അവിടെ മനാഫ് എന്ന് പറഞ്ഞ മുമ്പുണ്ടായിരുന്ന ഒരു മാനേജർ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് പറയുണ്ടായി. മനാഫിന് നേരിട്ട് മറ്റേ ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ മൊഴിയിൽ അദ്ദേഹം എടുത്ത വീഡിയോകളിൽ ഒരു വീഡിയോ മാത്രമാണിത്. അതിൻ്റെ വേറെയും വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നു. ഇതേപോലെ അദ്ദേഹത്തിന് എന്താണ് മയക്കുമരുന്നിൻ്റെ എന്തോ ഡ്രഗ്സിൻ്റെ പേരിൽ അങ്ങനെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ അത് അങ്ങനല്ല.